നമസ്കാരം. അമേരിക്കയെ ആശങ്കയിലാക്കി വീണ്ടും കാട്ടുതീ പടർന്നു പിടിക്കുകയാണ്. ലോസ് ആഞ്ചലസിൽ 2 മണിക്കൂറിൽ 5000 ഏക്കറിലേക്കാണ് തീ പടർന്നു പിടിച്ചത്. തീ അണയ്ക്കാൻ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ വരണ്ട കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയാണ്. 7 ഇടത്തായാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടരുന്നത്. ഇതിൽ 2 വലിയ കാട്ടുതീയാണ്. ഇവ അണയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഏതാണ്ട് 1 ലക്ഷത്തിലേറെ ആളുകളെ ഇതിനോടകം ഒഴിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത ബാധിത മേഖലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. കാട്ടുതീ പടരുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന 19,000 പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ലക്ഷത്തോളം പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒരുവിധം കാട്ടുതീയിൽ നിന്ന് ലോസ് ആഞ്ചലസ് രക്ഷപ്പെട്ടു വരുന്നതിനിടെയാണ് വീണ്ടും കാട്ടുതീ ശക്തമാവുന്നത്. ലോസ് ആഞ്ചലസിൽ വടക്കു ഭാഗത്ത് ബുധനാഴ്ചയാണ് പുതിയ കാട്ടുതീ രൂപപ്പെട്ടത്. കാസ്റ്റേക്ക് തടാകത്തിന് സമീപമുള്ള കുന്നിൻ പ്രദേശത്ത് നിന്ന് തുടങ്ങിയ കാട്ടുതീ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 10,000-ഓളം ഏക്കറിലധികം വിസ്തൃതിയിലേക്ക് അതിവേഗം പടർന്നു കഴിഞ്ഞു. ലോസ് ആഞ്ചലസിൽ വൻ നാശത്തിന് കാരണമായ കാട്ടുതീക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ കാട്ടുതീ പടർന്നത്. ബുധനാഴ്ച രാവിലെയാണ് പുതിയ തീപിടുത്തം ഉണ്ടായതെന്നാണ് കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അറിയിച്ചത്. ഏതാണ്ട് 9,400 ഏക്കറോളം ഭൂമി കത്തിനശിച്ചു. ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയുമാണ് തീ കൂടുതൽ വ്യാപിപ്പിക്കാൻ കാരണമാവുന്നത്. ലോസ് ആഞ്ചലസിന് ഏകദേശം 56 കിലോമീറ്റർ വടക്ക് സാന്താ ക്ലാരിറ്റ നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന തടാകത്തിന് ചുറ്റുമുള്ള 31,000 ആളുകളെ ഒഴിപ്പിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. നേരത്തെ ശക്തമായ കാറ്റും അങ്ങേയറ്റം വരണ്ട കാലാവസ്ഥയും കാരണം ജനുവരി 7-നാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ ഉണ്ടായതും പടർന്നു പിടിച്ചതും. തീപിടുത്തം വ്യാപകമായ നാശത്തിനാണ് കാരണമായത്. 23,448 ഏക്കർ ഭൂമി കത്തി നശിച്ചു. നിരവധി ജീവനുകൾ നഷ്ടമാവുകയും വീടുകൾ കത്തി അമരുകയും ലക്ഷക്കണക്കിന് ആളുകളെയാണ് മേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. ഹോളിവുഡ് നടന്മാരായ ലൈറ്റൺ മീസ്റ്റർ, ആദം ബ്രോഡി, ബില്ലി ക്രിസ്റ്റൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വീടുകൾ അടക്കം 1000-ലധികം കെട്ടിടങ്ങളാണ് കത്തി നശിച്ചത്. മറ്റൊരു വലിയ തീപിടുത്തം ഉണ്ടായത് ഈറ്റനിലാണ്. ലോസ് ആഞ്ചലസിന് ഡൗൺ ടൗണിന് വടക്കുള്ള വനപ്രദേശങ്ങളിൽ ആരംഭിച്ച് 14,000-ലധികം ഏക്കർ ഇത് വ്യാപിച്ചു കഴിഞ്ഞു. 5,000-ലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. 4 പേർ മരിക്കുകയും ചെയ്തു. 14,021 ഏക്കർ കത്തി നശിച്ചതിനു ശേഷം ഈറ്റൺ തീപിടുത്തം 91% നിയന്ത്രണത്തിലാണ്. യുഎസിലെ ലോസ് ആഞ്ചലസിൽ ഒട്ടേറെ പേരുടെ ജീവനെടുത്ത കാട്ടുതീ ഈ മാസം തുടക്കത്തിൽ ഒരാഴ്ചയോളം ആളിപ്പടർന്നിരുന്നു. 1.5 ലക്ഷത്തോളം പേരെയാണ് അന്ന് മാറ്റിപ്പാർപ്പിച്ചത്. കൂടുതൽ പേരെ ഒഴിപ്പിക്കാനായിരുന്നു സാധ്യത. വരും ദിവസങ്ങളിൽ അതിവേഗത്തിൽ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ തീ അണയ്ക്കാൻ കഠിന ശ്രമമായിരുന്നു. തീ അണയ്ക്കാൻ ഹെലികോപ്റ്ററുകൾക്ക് പറക്കാൻ പോലും പറ്റാത്തത്ര ശക്തിയുള്ള കാറ്റാണ് വീശുന്നതെന്നാണ് യുഎസിൽ താമസിക്കുന്നവർ പറഞ്ഞിരുന്നത്.